പാലക്കാട് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നും 74 ഭാഗ്യക്കുറികൾ തട്ടിയെടുത്തു. ശനിയാഴ്ച നറുക്കെടുത്ത 40 രൂപയുടെ കാരുണ്യ ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ കൈക്കലാക്കി കടന്നു കളഞ്ഞത്. കൊടുവായൂർ ചെമ്പോത്ത് കുളമ്പിലെ എം മുരളീധരന്റെ ടിക്കറ്റുകളാണ് തട്ടിയെടുത്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുരളീധരൻ ചേട്ടന്റെ കയ്യിൽ നിന്നും 70ഓളം വരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വാഹനത്തിൽ ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തി പിന്നീട് ഒരു തിരിമറി നടത്തി ഈ ലോട്ടറി ടിക്കറ്റ് കൈക്കലാക്കി കടന്നു കളഞ്ഞത്. മുരളീധരൻ ചേട്ടനാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. ചേട്ടാ, അന്ന് വെള്ളിയാഴ്ച എന്താ ശരിക്കും സംഭവിച്ചത്? ലോട്ടറി എടുത്ത് വന്നു. അപ്പോൾ 4 ടിക്കറ്റ് വാങ്ങി. അപ്പോൾ പൈസയും തന്നു. പക്ഷേ ഇന്ന് 40 രൂപ ബാക്കി കൊടുക്കാൻ നേരത്ത് അടിയിൽ ടിക്കറ്റ് മാറ്റി വെച്ചു. 3 ടിക്കറ്റോ 4 ടിക്കറ്റോ വെളിയിൽ വെച്ചു. ബാക്കി കൊടുത്ത് അയാൾ പോവുകയും ചെയ്തു. പക്ഷേ ബേക്കറി വന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അടിയിലുള്ള ടിക്കറ്റ് പഴുത്, മേലുള്ളത് പുതിയത്. മൊത്തം എത്ര ടിക്കറ്റ് ഉണ്ടായിരുന്നു? 80 ടിക്കറ്റ്. അതിൽ 3 ടിക്കറ്റ് അവർ വാങ്ങി. 4 വാങ്ങി. 4 വാങ്ങിയിട്ട് ബാക്കിയുള്ള ടിക്കറ്റുകളെല്ലാം പഴയ ടിക്കറ്റ് കയറ്റി വെച്ചിട്ട് ഞാൻ തിരിച്ചു തന്നു. അതെ. അപ്പം തന്നെ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ പോലീസുകാർ വന്നു. സാർമാരൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ വണ്ടിയും കാണുന്നുണ്ട്, ആളിനെയും കാണുന്നുണ്ട്. ഇപ്പം നമ്പർ ഫോക്കസ് ചെയ്ത് നമുക്ക് പിടിക്കാം എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ വന്നു CCTVകളും ഒക്കെ നോക്കി. പക്ഷേ നമ്പർ ക്ലിയർ ആണല്ലോ. പക്ഷേ ആളിനൊക്കെ തിരിച്ചറിഞ്ഞു. ഒരു വരുമാനത്തിലാണല്ലോ ഇപ്പൊ. വരുമാനത്തിലാണ് മറ്റേ കുടുംബം കഴിയണത്. വാടക വീടാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. ഇവർക്കെതിരെയുള്ള ഈ വണ്ടിയുടെ നമ്പർ വ്യക്തമല്ല എന്നാണ് ഇവരോട് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതികളെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. പാലക്കാട് നിന്നും മൽഘോഷ് മോഹനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്.